വയനാട്ടിൽ പഞ്ചാരക്കൊല്ലിയിൽ ദൗത്യ സംഘത്തിന് നേരെ കടുവ ആക്രമണം. ഒരാൾക്ക് പരിക്കേറ്റു. RRT സംഘം ജയസൂരിക്കാണ് പരിക്കേറ്റത്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നത് ഏറെ ആശ്വാസം നൽകുന്നതാണ്. അതേസമയം തന്നെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ വനമന്ത്രി AK ശശീന്ദ്രന്റെ നേതൃത്വത്തിൽ അല്പസമയത്തിനകം ഉന്നതതല യോഗം ചേർന്നുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വനമന്ത്രിയുമായി സംസാരിച്ചു. മുഴുവൻ സംവിധാനങ്ങളും ഒരുക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജോഷ്ല ആദ്യം ചേരുകയാണ്. ജോഷ്ല, കടുവയ്ക്കായുള്ള തെരച്ചിൽ സജീവമായി തുടരുകയാണ്. കുങ്കിയാനകളെ അടക്കം സ്ഥലത്തെത്തിച്ചിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ അതിനിടയിൽ ദൗത്യ സംഘാംഗത്തിന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത് ആശങ്ക പരത്തുകയും ചെയ്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നത് നമുക്ക് ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഈ പ്ലാന്റേഷൻ പരിസരത്ത് തന്നെ കടുവ ഉണ്ട് എന്ന കാര്യം ഉറപ്പിക്കാം, അല്ലേ? തീർച്ചയായും മനു, പ്രിയദർശിനി പ്ലാന്റേഷൻ പരിസരത്ത് തന്നെ കടുവയുണ്ട് എന്നുള്ള കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു. അത് ഇന്നലെ തന്നെ വനപാലകർ ഉറപ്പിച്ചതുമാണ്. ഈ പരിസരത്തൊക്കെ കടുവ കറങ്ങി നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അതുകൊണ്ട് തന്നെ ജാഗ്രത പുലർത്തണം എന്നുള്ള നിർദ്ദേശവും വനപാലകർ നൽകിയതാണ്. നാട്ടുകാരോടും ജനവാസ മേഖലയിലുള്ള എല്ലാവരോടും ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയതുമാണ്. ഇതിന്റെ ഫലം എന്ന് വേണം പറയാൻ. തറാട്ട് മേഖലയിൽ ഇന്ന് കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. തറാട്ട് മേഖലയിലെത്തിയ ദൗത്യ സംഘത്തിന് കടുവ ആക്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് 10ഓളം സംഘങ്ങളെ പല ഭാഗങ്ങളിലായി ഇന്ന് ദൗത്യത്തിനായി ഇറക്കിയിരുന്നു. കാടടക്കിയുള്ള ഒരു തിരച്ചിൽ തന്നെയായിരുന്നു ഇന്ന് ഉദ്ദേശിച്ചത്. അതുപോലെ തന്നെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള തിരച്ചിലും ഇന്ന് ആരംഭിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഈ തറാട്ട് മേഖലയിൽ എത്തിയ സംഘത്തിന് നേരെ കടുവയുടെ ആക്രമണമുണ്ടായത്. തിരച്ചിൽ നടത്തുന്നതിനിടെ ഒരു RRT ഉദ്യോഗസ്ഥന്റെ പിന്നിൽ നിന്നും കടുവ ആക്രമിക്കുകയായിരുന്നു. ആ സമയത്ത് ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു വെടി ഉതിർത്തിരുന്നു എന്നുള്ള വിവരങ്ങളും നമുക്ക് ലഭ്യമാണ്. എന്തായാലും കടുവയ്ക്ക് മറ്റു പരിക്കുകളുണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. അതേസമയം തന്നെ RRT ഉദ്യോഗസ്ഥന്റെ വലത് കൈമുട്ടിന് മേലെ പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഈ വഴിക്കാണ്, ഈ തറാട്ട് മേഖലയിലെ ഞാൻ നിൽക്കുന്ന ഈ ഒരു വഴിയിലാണ് വനമേഖല. ഇത് അര കിലോമീറ്റർ, ഏകദേശം 3/4 കിലോമീറ്റർ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിന് 3/4 കിലോമീറ്റർ അപ്പുറത്താണ് വനമേഖലയുള്ളത്. ആ ഭാഗത്തേക്ക് ഇപ്പോൾ പ്രവേശനം ഇല്ല. നാട്ടുകാരെയും അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ ആയാലും അങ്ങോട്ടേക്ക് കടത്തിവിടുന്നില്ല. കാരണം വനമേഖലയാണ്. ആ വനമേഖലയിൽ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു. RRT ഉദ്യോഗസ്ഥനെ കൊണ്ടുപോയത്, പരിക്കുകളോടെ കൊണ്ടുപോയത് ഈ വഴിക്കാണ്. കുങ്കിയാന വിക്രം ഇവിടെ എത്തിയിട്ടുണ്ട്. കുങ്കിയാനയെ ഇവിടെ മുതൽ നടത്തിച്ചാണ് അവിടേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും തിരച്ചിൽ വളരെ സജീവമായി നടക്കുകയാണ്. മറ്റ് സംഘാംഗങ്ങളെല്ലാം തന്നെ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അരുൺ സക്കറിയ അടക്കമുള്ള വിദഗ്ധ വെറ്റിനറി സംഘവും ഇതുവരെ ഇവിടെ പരിശോധന നടത്തിയിരുന്നു. അല്പസമയം മുൻപ് അരുൺ സക്കറിയയുടെ സംഘം പ്ലാന്റേഷനിലേക്ക് ബേസ് ക്യാമ്പിലേക്ക് പോയിട്ടുണ്ട്. എന്തായാലും വളരെ ജാഗ്രതയോടുകൂടിയ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം തന്നെ ആശങ്കയിലാണ്. എന്നാൽ ആ ആശങ്ക പരിഹരിക്കും വിധത്തിൽ തന്നെയാണ് ഇന്നലെ ഏകദേശം 1 മണിക്ക് ശേഷം വലിയ കുരങ്ങിന്റെ വളർച്ച കേട്ടതായി ഒരു സ്ത്രീ ഇവിടെ നിന്ന് പറഞ്ഞിരുന്നു. അതിന്റെ കരച്ചിൽ കേട്ട് വാച്ചറോട് ഈ കാര്യം വിളിച്ചു പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ മേഖലയിൽ ഇത്തരത്തിൽ കടുവയുടെ സാന്നിധ്യമുണ്ടോ എന്നുള്ള സംശയത്തിൽ ഇവിടെ RRT ഉദ്യോഗസ്ഥർ സംരക്ഷണം ഏർപ്പെടുത്തിയിരുന്ന വീടുകൾക്ക്, അതുപോലെ തന്നെ ഈ മേഖലയിൽ തിരച്ചിലും ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ ഉള്ള തിരച്ചിലിനിടയിലാണ് ഇത്തരത്തിൽ ഒരു ആക്രമണം നടന്നിരിക്കുന്നത്. എന്തായാലും കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ സജീവമായി നടക്കുകയാണ്. തറാട്ട് മേഖലയിൽ കടുവയുണ്ട് എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടായിരിക്കുകയാണ്. മനു, തീർച്ചയായും അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ് ജോഷ്ല. ഞാൻ ജോഷ്ലയിലേക്ക് ഇപ്പോൾ തന്നെ തിരികെ എത്താം. ഇപ്പോൾ അനൂപ് കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. കാരണം സ്ഥിതിഗതികൾ വിലയിരുത്താൻ വനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. മുഖ്യമന്ത്രി വനമന്ത്രിയുമായി സംസാരിച്ച് മുഴുവൻ സന്നാഹങ്ങളും ഒരുക്കാനുള്ള നിർദ്ദേശങ്ങളൊക്കെ നേരത്തെ തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. അനൂപ് കൂടി ചേരുകയാണ്. അനൂപ്, ഉന്നതതല യോഗം അടക്കം ചേർന്നുകൊണ്ടിരിക്കുകയാണ് കടുവയുടെ വിഷയത്തിൽ. വനമന്ത്രിയുടെ നേതൃത്വത്തിൽ സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് കടുവയെ പിടികൂടാനുള്ള ദൗത്യമാണ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ യോഗം അവസാനിക്കാറായിട്ടുണ്ടോ? പ്രതികരണങ്ങൾക്ക് സാധ്യതയുണ്ടോ? അനൂപ്, അനൂപിന്റെ ടെലിഫോൺ കട്ടായിരിക്കുന്നു. ഞാൻ അനൂപിലേക്ക് വരാം. ജോഷില, ഇപ്പോൾ കുങ്കിയാനകളെ അടക്കം സ്ഥലത്തേക്ക് എത്തിച്ചിരിക്കുകയാണ്. ഏത് വിധേനയും കടുവയെ പിടിക്കുക എന്ന വലിയ ഒരു ലക്ഷ്യമാണ് മുന്നിലുള്ളത്. എനിക്ക് തോന്നുന്നു 80 പേരടങ്ങുന്ന ദൗത്യ സംഘം 10 സംഘങ്ങളായി 10 മേഖലകളായി തിരിച്ചാണ് ഇപ്പോൾ ഈ ദൗത്യത്തിന് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ്. ആ രീതിയിൽ ഈ പ്രിയദർശിനി പ്ലാന്റേഷന്റെ എല്ലാ ഭാഗങ്ങളിലും ദൗത്യ സംഘം വളഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇന്നലെ വലിയ പ്രതിഷേധങ്ങളൊക്കെ കാണാൻ കഴിഞ്ഞിരുന്നല്ലോ. ഇന്ന് പൊതുവെ നാട്ടുകാരൊക്കെ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുമ്പോഴൊക്കെ കാര്യങ്ങൾ പറയുന്നത്?
തീർച്ചയായും മനു, ഇന്നലെ വലിയ പ്രതിഷേധമൊക്കെ നടന്നിരുന്നു. എന്നാൽ പോലും ADM-ന് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി സർവകക്ഷി യോഗത്തിൽ വിശദീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. കടുവയെ വെടിവെച്ച് കൊല്ലുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമായിരുന്നു നാട്ടുകാർക്ക് അറിയേണ്ടിയിരുന്നത്. എന്നാൽ ഈ വന നിയമങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്ന കേന്ദ്ര വന നിയമങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു സാഹചര്യം വിശദീകരിക്കുകയും കടുവയെ കണ്ടാൽ ഉടൻ വെടിവെച്ച് കൊല്ലാൻ തന്നെയാണ് ഉത്തരവ് എന്നുള്ളതും അത് നടപ്പിലാക്കുമെന്നുള്ള കാര്യം ADM വിശദീകരിച്ചു. എന്നാൽ കടുവ കൂട്ടിൽ കയറുകയാണെങ്കിൽ അത്തരത്തിൽ ഒരു കാര്യം ചെയ്യാൻ സാധിക്കുകയില്ല. കാരണം കാഴ്ച ബംഗ്ലാവിലേക്ക് അതിനെ മാറ്റും പരിശീലനം നൽകിക്കൊണ്ട് ആ രീതിയിലുള്ള വിശദീകരണമാണ് ADM ഇന്നലെ നൽകിയത്. ആ കാഴ്ച ബംഗ്ലാവിലേക്ക് മാറ്റുമെന്ന് കേട്ടപ്പോൾ തന്നെ ആളുകൾക്ക് പ്രശ്നങ്ങളിലേക്ക് പോകാൻ ഇടയായി. എന്നാൽ പോലും ഏത് രീതിയിലും കടുവ കൂട്ടിൽ കയറാതെ പുറത്ത് കറങ്ങി നടക്കുന്ന സാഹചര്യമുണ്ടായാൽ എന്ത് രീതിയിലായാലും വെടിവെച്ച് കൊല്ലും എന്നുള്ള ഉറപ്പ് നൽകിയതോടുകൂടിയാണ് ആളുകൾ പിരിഞ്ഞുപോയത്. അതേസമയം തന്നെ ഇന്നലെ പ്ലാന്റേഷന് തൊട്ടടുത്തുള്ള നൌഫലിന്റെ വീട്ടിനരികിൽ കടുവയെ കണ്ടെത്തിയതായി ആളുകൾ പറഞ്ഞിരുന്നു. ആ പ്രദേശം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും ഇന്നലെ നടന്നിരുന്നു. എന്നാൽ കടുവ ഇന്നലെ ക്യാമറകളിലൊന്നും പതിഞ്ഞിരുന്നില്ല. ഇന്നലെ പുലർച്ചെ ഉണ്ടായിരുന്ന ക്യാമറ ദൃശ്യങ്ങളിൽ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരുന്നു. അത് കേന്ദ്രീകരിച്ചാണ് പിന്നീട് അന്വേഷണങ്ങളൊക്കെ തന്നെ തിരച്ചിലൊക്കെ തന്നെ നടന്നത്. അതേസമയം തന്നെ ഈ കടുവ വനം വകുപ്പിന്റെ ഡാറ്റയിൽ ഉള്ള കടുവയല്ല എന്നുള്ള കാര്യവും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാഗർഹോളയിലെ വനം വകുപ്പുമായി ഒരു അന്വേഷണം ഇവിടുത്തെ കേരളത്തിലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുമുണ്ട്. കാരണം കർണാടക വനമേഖലയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കയറിയതാണോ എന്നുള്ള ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. പുതുതായി ഒരു കടുവ ഈ വനമേഖലയിൽ എങ്ങനെ എത്തിപ്പെട്ടു എന്നുള്ള സാഹചര്യം അടക്കം പഠിക്കേണ്ടതുണ്ട്. രാധയെ ആക്രമിച്ച കടുവ തന്നെയാണോ എന്നുള്ള കാര്യവും പഠിക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ രാധയുടെ വീട് ഇതിനടുത്താണ്. ഞാൻ നിൽക്കുന്ന പ്രദേശത്ത് തന്നെയാണ് രാധയുടെ വീട്. ഈ വീട്ടിൽ നിന്നുമാണ് ഈ വഴി പോയാൽ 1 കിലോമീറ്റർ അപ്പുറത്ത് ആണ് രാധയെ കടുവ കടിച്ചു കൊന്ന സ്ഥലം ഉള്ളത്. അത് പ്ലാന്റേഷന്റെ മറ്റൊരു ഭാഗമാണത്. ആ ഭാഗത്തേക്ക് ഈ വഴിയാണ് രാധയുടെ ഭർത്താവ് അച്ചപ്പൻ ഇന്നലെ മിനിഞ്ഞാന്ന് രാവിലെ രാധയെ കൊണ്ടുവിട്ടത്. ഈ വഴിയിലൊന്നും തന്നെ സാധാരണയായി കടുവയുടെ സാന്നിധ്യം ഉണ്ടാവാറില്ല എന്നുള്ളത് തന്നെയാണ് നാട്ടുകാർ നമ്മളോട് അല്പസമയം മുമ്പ് വിശദീകരിച്ചതും. എന്നാൽ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് കടുവ വന്നത് എന്നുള്ള കാര്യവും ഒക്കെ തന്നെ നാട്ടുകാർക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഈ അടുത്ത കാലത്തായി ആനകളടക്കം വനപ്രദേശമാണ്, വനാതിർത്തിയാണിത്. അതായത് ഒരു ഭാഗത്ത് പ്ലാന്റേഷൻ കൃഷിസ്ഥലം, മറ്റു ഭാഗത്ത് കൃഷിസ്ഥലം, അതിനപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും വനമേഖല തുടങ്ങുന്നത് ഈ ഭാഗത്താണ്. വനമേഖലയ്ക്ക് അപ്പുറത്ത് ഏകദേശം 1/2 കിലോമീറ്റർ, ഈ കാണുന്ന വനമേഖലയ്ക്ക് അപ്പുറത്ത് ഏകദേശം 1/2 കിലോമീറ്റർ ഉൾവനത്തിലാണ് ഇപ്പോൾ കടുവയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. എന്തായാലും ഈ പ്രദേശം കേന്ദ്രീകരിച്ച് വനം വകുപ്പ് ഇപ്പോൾ എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഒരു തവണ വെടിവെച്ചു എന്നുള്ള ഒരു കാര്യം, അത് 12 ബോർ ഗൺ ഉപയോഗിച്ച് ജീവൻ രക്ഷിക്കാനായി ഒരു വെടി ഉതിർത്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നാൽ മയക്കുവെടിയോ അല്ലെങ്കിൽ അതിനെ പിടികൂടാനുള്ള അല്ലെങ്കിൽ കൊല്ലാനുള്ള വെടിയോ വെച്ചതല്ല എന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. റേഞ്ച് ഓഫീസർ ആ രീതിയിൽ തന്നെയാണ് പ്രതികരിച്ചത്. വെടിവെച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് റേഞ്ച് ഓഫീസർ നമ്മളോട് അല്പസമയം മുൻപ് പ്രതികരിച്ചതും. എന്തായാലും ഏക ആശ്വാസം എന്ന് പറയുന്നത് RRT സ്റ്റാഫിന് വലിയൊരു ഗുരുതരമായ പരിക്കുകളില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹത്തിന്റെ വലത് കൈമുട്ടിന് മേലെ മാത്രമാണ് പരിക്കുകൾ ഉള്ളത് എന്നുള്ളതാണ്.